ജൻസി കലാപം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയെ ചുറ്റിപ്പറ്റി നടക്കുന്ന CIA ചാരന്മാരെ ബാക്കി വച്ചേക്കില്ല എന്ന ഇന്ത്യയുടെ നയം ഫലം കാണുന്നു. ഡീപ് സ്റ്റേറ്റ് അയക്കുന്ന CIA ചാരന്മാർ ഇപ്പോൾ ആപ്പിലാവുകയാണ്. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപുനന്ദിലെ ജിമാർട്ടിനൊപ്പം. ആ കണ്ണിയിലെ ഏറ്റവും ഒടുവിലത്തെ ചാരനാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യ നേപ്പാൾ അതിർത്തി വെച്ച് അതിർത്തി രക്ഷാസേന ഓടിച്ചിട്ട് പിടികൂടിയ CIA ചാരൻ ജോർദാൻ ബ്രൗൺ. കോക്രോച്ച് ജനതാ പാർട്ടി ദില്ലിയിൽ സൃഷ്ടിക്കുന്ന ജൻസി കലാപത്തിനായി കാത്തിരിക്കുകയായിരുന്നു അവർ. ജൻസി കലാപത്തിലെ വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലാനാണ് ഇവർ എത്തിയത് എന്ന നിഗമനവുമായി അന്വേഷണ ഉദ്യോഗസ്ഥർ. ചോദ്യം ചെയ്യലിൽ ഇയാൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞത് എങ്കിലും ഇയാളുടെ ഹിസ്റ്ററി പരിശോധിച്ചതിൽ നിന്നാണ് ഇത്തരമൊരു സംശയം അന്വേഷണ ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്നത്. US-ലെ നാവികസേന ഉദ്യോഗസ്ഥനായിരുന്നു ജോർദാൻ ബ്രൗൺ. ജോർദാൻ ബ്രൗൺ റിട്ടയർ ചെയ്തതിനു ശേഷം വീണ്ടും ജോലിക്ക് ചേർന്നത് ബ്ലാക്ക് വാട്ടർ എന്ന US കമ്പനിയിലാണ്. ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങളാണ് സംശയമുണ്ടാക്കുന്നത്. ബ്ലാക്ക് വാട്ടർ എന്ന കമ്പനി അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് എന്ന സമാന്തര അധികാര ശൃംഖല വിദേശ രാജ്യങ്ങളിൽ ഇത്തരം കലാപങ്ങൾ നടക്കുമ്പോൾ, ഭരണകൂടങ്ങൾ അട്ടിമറിക്കുമ്പോൾ ആ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ ജീവനക്കാരെ അയക്കുന്ന കമ്പനികളിൽ ഒന്നാണത്രേ. നേപ്പാൾ ജൻസി കലാപം ഉണ്ടായപ്പോൾ അവിടെ പല വിദ്യാർത്ഥികളും വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു. വാസ്തവത്തിൽ നേപ്പാളിലെ സൈന്യമല്ല വിദ്യാർത്ഥികളെ വെടിവെച്ചത്. അന്ന് നേപ്പാൾ പ്രധാനമന്ത്രിയായിരുന്ന KP ശർമ്മ ഒലിയുടെ വാക്കുകൾ പ്രകാരം വിദ്യാർത്ഥികളെ വെടിവെക്കാൻ നേപ്പാൾ സർക്കാർ ഉത്തരവിട്ടിരുന്നില്ല. പക്ഷേ ഈ വെടിയുണ്ടകൾ എവിടെ നിന്ന് വന്നു എന്നത് അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വെടിവെപ്പ് നടത്തിയത് അമേരിക്കയിലെ ബ്ലാക്ക് വാട്ടർ കമ്പനിയിലെ ഉദ്യോഗസ്ഥരാണ് എന്നാണ് നിഗമനം. ഷാർപ്പ് ഷൂട്ടർമാരാണ് ഇവർ ഇത്തരം കലാപ സ്ഥലങ്ങളിൽ ഒളിച്ചിരിക്കും, വെടിയുതിർക്കും. നേപ്പാളിൽ വെടിയേറ്റ് വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടപ്പോഴാണ് അവിടുത്തെ ജൻസി കലാപത്തിന് ആളിക്കത്തൽ കൂടിയത്. ജൻസി കലാപം ആളിക്കത്തിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് അത് ഉണ്ടാക്കുക എന്നതാണ് ബ്ലാക്ക് വാട്ടർ കമ്പനിയുടെ ജോലി. അതുപോലെ തന്നെ അമേരിക്കയിൽ നേവി, ആർമി, എയർഫോഴ്സ് ഇവിടങ്ങളിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥരെ ഇതുപോലെ അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ ഇതുപോലുള്ള കമ്പനികൾ നടത്തുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ എന്ത് അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്താനും ഈ കമ്പനികളാണ് സേവനം നൽകുക. കാലിഫോർണിയ സ്വദേശിയായ 36 വയസ്സുകാരനായ മുൻ US നാവിക ഉദ്യോഗസ്ഥനാണ് ജോർദാൻ ബ്രൗൺ. ജോർദാൻ ബ്രൗൺ എത്തിയത് കോക്രോച്ച് ജനതാ പാർട്ടി സൃഷ്ടിക്കാൻ പോകുന്ന ജൻസി കലാപത്തിൽ വിദ്യാർത്ഥികളെ വെടിവെക്കാനാണ് എന്ന് കരുതപ്പെടുന്നു. പക്ഷെ ഒരു ജൻസി കലാപം സൃഷ്ടിക്കുന്നതിൽ CJP പരാജയപ്പെട്ടതോടെയാണ് ഉത്തർപ്രദേശിൽ നിന്നും ഇയാൾ നേപ്പാളിലേക്ക് പോകാൻ ശ്രമിച്ചത്. അതിനിടയിലാണ് ജോർദാൻ ബ്രൗൺ അതിർത്തിയിൽ വെച്ച് പോലീസിന്റെ പിടിയിലാകുന്നത്. നേപ്പാളിൽ വീണ്ടും ജൻസി കലാപം നടക്കാൻ പോകുന്നു എന്നൊരു വാർത്ത ഈയിടെ പുറത്തു വന്നിരുന്നു. ഒരുപക്ഷെ നേപ്പാളിൽ വീണ്ടും ബ്ലാക്ക് വാട്ടറിന് വേണ്ടി എന്തെങ്കിലും ഡ്യൂട്ടി നിർവഹിക്കാൻ പോകുന്നതിനിടയിലായിരിക്കും ഇന്ത്യൻ സേനയുടെ പിടിയിലായത് എന്നും നിഗമനമുണ്ട്. പരിശോധനയ്ക്കിടയിൽ ഇയാൾ ഒരു ഓടി രക്ഷപ്പെടൽ നടത്താൻ ഒരു ശ്രമം നടത്തി. പക്ഷെ ഇയാളെ സേനാംഗങ്ങളും ഒപ്പം നാട്ടുകാരും ചേർന്ന് ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു. അമേരിക്കയിൽ നാവിക, വ്യോമ, ആർമി എന്നിവിടങ്ങളിൽ നിന്ന് വിരമിക്കുന്ന സൈനികർ അവിടെ സ്വന്തം സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്ന പതിവുണ്ട്. അമേരിക്കൻ സർക്കാരിനോ ഡീപ് സ്റ്റേറ്റിനോ വേണ്ടി അമേരിക്കയ്ക്കുള്ളിലോ മറ്റു രാജ്യങ്ങളിലോ രഹസ്യ വിവര ശേഖരണമോ അട്ടിമറി പ്രവർത്തനങ്ങളോ നടത്തുക എന്നത് തന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി. അത്തരം ഒരു കമ്പനിയാണ് ബ്ലാക്ക് വാട്ടർ. ഈ കമ്പനി അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, നേപ്പാൾ, ശ്രീലങ്ക തുടങ്ങിയ വിവിധ രാജ്യങ്ങളിലേക്ക് അമേരിക്കൻ സർക്കാരിന് വേണ്ടി ഉദ്യോഗസ്ഥരെ അയച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി വധിക്കാൻ വേണ്ടി ഇന്ത്യയിലേക്ക് എത്തിയ CIA ചാരന്മാർ പിടികൂടപ്പെടുന്ന സംഭവങ്ങൾ സാധാരണമായിട്ടുണ്ട്. അതിൽ ജോർദാൻ ബ്രൗണിന് മുൻപ് അറസ്റ്റ് ചെയ്യപ്പെട്ട മറ്റൊരാൾ മാത്യു വാൻഡക് ആണ്. ഇയാൾ ഇപ്പോൾ തിഹാർ ജയിലിലാണ്. മണിപ്പൂരിലും മറ്റു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുമൊക്കെ വിഘടനവാദ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തുന്ന സംഘങ്ങൾക്ക് സായുധ പരിശീലനം നൽകലായിരുന്നു ഇയാളുടെ ജോലി. കൊൽക്കത്ത എയർപോർട്ടിൽ നിന്നാണ് മാത്യു വാൻഡക്കിനെ പിടികൂടിയത്. ഉക്രൈനിൽ നിന്നുള്ള 7 പേർക്കൊപ്പമാണ് ഇയാളെ പിടികൂടിയത്. ഇവരുടെ പക്കൽ ആധുനിക ഡ്രോണുകളും ഉണ്ടായിരുന്നു എന്നാണ് വിവരങ്ങൾ. സൈനിക ഗ്രേഡിലുള്ള ആയുധങ്ങൾ പ്രയോഗിക്കുന്നതിനാൽ മണിപ്പൂരിലെ വിഘടനവാദ സംഘങ്ങൾക്കെതിരെ പിടിച്ചു നിൽക്കാൻ അവിടുത്തെ പോലീസിന് ബുദ്ധിമുട്ടാവുകയും ചെയ്തിരുന്നു. ഇത്തരം ആയുധങ്ങൾ ഉപയോഗിക്കാൻ ഇവരെ പരിശീലിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള CIA ചാരന്മാരാണ്. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു പിടിയിലായ മാത്യു വാൻഡക് എന്നാണ് മറ്റൊരു നിഗമനം. US ആർമിയിലെ കമാൻഡർ ഇൻസ്പെക്ടർ ജനറലായ ടെറൻസ് ആർവെല്ലെ ജാക്സൺ ഇയാൾ ബംഗ്ലാദേശിലെ ധാക്കയിലെ ഒരു ഹോട്ടലിൽ കൊല്ലപ്പെട്ടത് ഇതിനോടൊപ്പം നമുക്ക് കൂട്ടി വായിക്കേണ്ടി വരും. SCO ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ നരേന്ദ്രമോദി ചൈനയിലേക്ക് പോകുന്ന അവസരത്തിൽ നരേന്ദ്രമോദിയെ വധിക്കുക എന്നത് തന്നെയായിരുന്നു അയാളുടെ ലക്ഷ്യമെന്ന അഭ്യൂഹമുണ്ടായിരുന്നു. പക്ഷെ ടെറൻസ് ആർവെല്ല ജാക്സനെ മറ്റൊരു സംഘം ധാക്ക ഹോട്ടലിലെത്തി വധിച്ചു. വധിച്ചവർ ഇന്ത്യൻ രഹസ്യ വിഭാഗമാണെന്നും അതല്ല ചൈനയുടെ പ്രത്യേക രഹസ്യ സംഘമാണെന്നും അതുമല്ല റഷ്യയുടെ സംഘമാണെന്നും ഒക്കെയുള്ള പല രീതിയിലുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. എന്തായാലും അയാളുടെ ഡെഡ് ബോഡി ധാക്ക പോലീസിനെ കൊണ്ട് തൊടുക പോലും അനുവദിക്കാതെ അമേരിക്ക കൊണ്ടുപോവുകയായിരുന്നു. ഇയാളുടെ മൃതദേഹം വളരെ വേഗത്തിൽ പ്രത്യേക വിമാനത്തിൽ അമേരിക്കയിലേക്ക് തന്നെ അയക്കുകയാണ് ചെയ്തത്.
എന്നാൽ നോർമൽ ആയിട്ടുള്ളതല്ലാതെ പതിവിന് വിപരീതമായ അത്തരമൊരു സംഭവത്തിൽ ദുരൂഹതയും ഉണ്ടായിരുന്നു. ചൈനയിൽ വെച്ച് പുടിനും മോദിയും തമ്മിലുള്ള സംഭാഷണം ചോർത്താൻ സാധ്യതയുണ്ട് എന്ന ഒരു രഹസ്യ റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് പുടിന്റെ സ്വകാര്യ കാറിനുള്ളിൽ വെച്ചായിരുന്നു ഇരുവരും സംഭാഷണവും നടത്തിയത്. എന്തായാലും CIA ചാരന്മാർക്ക് കഷ്ടകാലമാണ്. ഇന്ത്യയിൽ വന്നാൽ ഇന്ത്യൻ സേനയുടെ പിടിയിലായാൽ തീഹാർ ജയിലിൽ ഒടുങ്ങുകയേ നിവർത്തിയുള്ളൂ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.